വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പങ്കാളിയുടെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാം. മൗലിക അവകാശ ലംഘനമെന്ന നിലയിൽ തെളിവ് ഒഴിവാക്കാനാകില്ല. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി. വെളിപ്പെടുത്തലുമായി നാട്ടിക MLA CC മുകുന്ദൻ. CPI തൃശൂർ ജില്ലാ കൗൺസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മറ്റു പാർട്ടികളിലേക്ക് ക്ഷണമുണ്ടായി. കോൺഗ്രസ് BJP നേതാക്കൾ വിളിച്ചു. പാർട്ടി വിടില്ലെന്നും CC മുകുന്ദൻ MLA. യൂത്ത് കോൺഗ്രസിന് എതിരായ വിമർശനത്തിൽ ഉറച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. കുറവുകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശമായ നിർദ്ദേശം മാത്രം. നേതാക്കൾ പഞ്ചായത്തുകളിലും സജീവമാകണം. യൂത്ത് കോൺഗ്രസിന് പലയിടത്തും മണ്ഡലം കമ്മിറ്റികളില്ലെന്നും PJ കുര്യൻ. തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും അമ്മയും മരിച്ച നിലയിൽ. മരിച്ചത് വക്കം ഗ്രാമപഞ്ചായത്ത് അംഗം അരുണും അമ്മ വത്സലയും. 4 പേർ വ്യാജ കേസിൽ കുരുക്കി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പ്. വ്യാജ പരാതിക്ക് പിന്നിൽ BJP പ്രവർത്തകരെന്ന് വക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കോഴിക്കോട് +1 വിദ്യാർത്ഥിക്ക് റാഗിങ്ങിനിരയായത് അത്തോളി GVHSSലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥി. സീനിയർ വിദ്യാർത്ഥികളായ 9 പേർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് പരാതി. മർദ്ദനം പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും അറിയില്ലെന്ന് പറഞ്ഞതിന്. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങൾ കേരള വിഷൻ ന്യൂസിന്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ ആത്മഹത്യയിൽ കേസെടുത്തു പോലീസ്. കുണ്ടറ പോലീസ് കേസെടുത്തത് അമ്മയുടെ പരാതിയിൽ. കേസ് ഭർത്തൃ സഹോദരി, ഭർത്താവിന്റെ അച്ഛൻ എന്നിവർക്കെതിരെ. ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീധന ഗാർഹിക പീഡന കുറ്റവും ചുമത്തി. വിപഞ്ചികയെ കുഞ്ഞിനൊപ്പം ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ 8-ാം തീയതി. യമൻ പൗരനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയെന്ന് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. നടപടി സൗദി വ്യവസായി ജേക്കബ് ചെറുവള്ളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിൽ. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കർമ്മസമിതി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന വധശിക്ഷാ തീയതി ജൂലൈ 16.